അങ്ങനെ 2-3 മണിക്കൂർ വെളിയിൽ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അവസാനം ഒരു 4 മണിയോട് കൂടി ചെക്ക് ഇൻ കാണിച്ചു. അങ്ങനെ പയ്യെ പെട്ടിയും ബാഗും ഒക്കെ എടുത്ത് നേരെ ഞാൻ ഫ്രണ്ട് കൗണ്ടറിൽ ചെന്നു. പാസ്ബുക്കും ടിക്കറ്റൊക്കെ കാണിച്ചു. അവരെന്നെ അകത്തേക്ക് കടത്തി വിട്ടു. അപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തെ വ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞു. ആദ്യം ബാഗേജ് വിട്ടു. പിന്നീട് ഹാൻഡ് ബാഗും മറ്റ് കുഞ്ഞു ബാഗൊക്കെ ചെക്ക് ചെയ്തു. പിന്നീട് നമ്മൾ പേഴ്സണലി നമ്മളെയും ചെക്ക് ചെയ്തിട്ട് നേരെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടുന്ന് നേരെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗേറ്റ് 4-ലായിരുന്നു എനിക്കിരിക്കേണ്ടത്, 4A. അവിടെ പോയി ഇങ്ങനെ കുറേ ടൈം ഇരുന്ന് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഫോണൊക്കെ ചാർജ് ചെയ്തു. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കുറേ സമയം ചിലവഴിച്ചു. പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം നേരെ ഒരു ഫ്ലൈറ്റിലേക്ക് കയറി. 7:22 ആയപ്പോഴത്തേന് ടേക്ക് ഓഫ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു 900 റുപ്പീസ് എക്സ്ട്രാ കൊടുത്ത് ഒരു വിൻഡോ സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വിൻഡോ സൈഡ് അല്ലായിരുന്നു കിട്ടിയിരുന്നത്, പിന്നീട് അത് വിൻഡോ സൈഡ് ആക്കി. അപ്പോൾ ഈ വ്യൂസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അടിപൊളി വ്യൂസായിരുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് പോകുന്നതിനെക്കാട്ടിലും വ്യൂസ് എനിക്കിഷ്ടമായത് മസ്കറ്റിലെയാണ്. മസ്കറ്റിൽ നല്ല ലൈറ്റിൻ്റെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റാണ് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അടിപൊളി വ്യൂസൊക്കെ ആയിരുന്നു. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. നേരെ ഞങ്ങൾ മസ്കറ്റിൽ വന്നിറങ്ങി. ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്തു. പിന്നീട് ഹസ്ബൻഡും ഫ്രണ്ടും കൂടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. നേരെ അവിടുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വ്യൂസാണ്. പിന്നീട് ഒരു നൈറ്റ് ആയായിരുന്നു. ഇനി ഞങ്ങളുടെ